ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു യാത്രയിലാണ് കേട്ടോ ഞാൻ. അത് ഇന്ന് സംഭവിച്ച യാത്രയല്ല, അല്ലെങ്കിൽ ഉടനെ സംഭവിച്ച യാത്രയിൽ കുറേ നാൾ മുമ്പ് കേട്ടോ. ഓർക്കുന്നുണ്ടോ കുഞ്ഞിനെ പൂച്ച മന്തി ഞാൻ ആശുപത്രിയിൽ പോയെന്നൊക്കെ പറഞ്ഞത്? അന്നെടുത്ത് കുറേ വീഡിയോസാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം 7 മണിയായിട്ടുണ്ടാകും കേട്ടോ. ഉറങ്ങി കിടക്കുന്ന പൂച്ച, വെറുതെ കിടന്ന പൂച്ചയാണ്. അതിനെ കിള്ളി അതപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ചതാണേ. അപ്പോൾ പോറി ഇച്ചിരി ബ്ലഡ് വന്നു. ഞാൻ അപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു 15 മിനിറ്റോളം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി കേട്ടോ. പിന്നെ ഹസ് വരാൻ താമസം ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ഹസ് വന്ന ഉടനെ നമ്മൾ ആശുപത്രിയിൽ പോയി കേട്ടോ. പാല ഗവൺമെൻറ് ആശുപത്രി, നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കേട്ടോ പോയത്. ഇതുവരെ ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എനിക്കുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ആൻറ്റിബോഡി കിട്ടത്തുള്ളൂ. അപ്പോൾ ഏത് ടൈപ്പ് ആൻറ്റിബോഡി എന്ന് നമുക്കറിയത്തില്ല. 2 ടൈപ്പ് ആൻറ്റിബോഡി ഉണ്ട്. ഒന്ന് കുതിരയിൽ നിന്ന് കിട്ടുന്നതും ഒന്ന് മനുഷ്യനിൽ നിന്ന് തന്നെ എടുക്കുന്നതാണോ എന്ന് സംശയമുണ്ട്, എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഒന്ന് കുതിരയിൽ നിന്ന് കിട്ടുന്നതാണ്, അതാണെങ്കിൽ അലർജി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആശുപത്രി, നോക്കൂ. വഴിയിൽ നിന്ന് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് മാത്രം ഞാൻ കണ്ടിട്ടുള്ള ആശുപത്രിയാണ്. ഒന്ന് കയറി വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആശുപത്രി കണ്ടു, അത് സഫലമായി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളെനക്കൊന്നുമില്ല. കുറച്ച് വണ്ടിയൊക്കെ കിടപ്പുണ്ട്, എന്താ വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. ഞാനൊരുത്തി തന്നെ എനക്കൊന്നും ഇല്ലാത്തേ, ആദ്യമായിട്ട് വരുവാണല്ലോ. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർ ഓട്ടോ അടിക്കുന്ന ചേട്ടനും ഹസ്സും കൂടി പോയി അപ്പുറത്ത് പോയി അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അവർ പറയുന്നു ഇത് ആശുപത്രിയുടെ ഒരു സൈഡാണ്, വന്ന വഴിയെ തന്നെ മുകളിലോട്ട് വെക്കും, അവിടെയാണ് ഇതിൻ്റെ മെയിൻ കാഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മെയിൻ വശങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ അനുഭവങ്ങളാണ്. അങ്ങനെ അവിടെ ചെന്നതാണ് ആശുപത്രി. അടിപൊളിയാണല്ലേ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ആശുപത്രിയിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വേണമെങ്കിൽ കുത്തിവെപ്പ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കുതിരയിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബോഡിക്ക് അലർജി ഉണ്ട്. അപ്പോൾ അത് മാത്രമേ അവിടെ ഉള്ളൂ. അലർജി ഇല്ലാത്ത ആൻറ്റിബോഡി മെഡിക്കൽ കോളേജിലാണ് കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ നേരം വെളുത്തപ്പോൾ എന്നാൽ പിന്നെ കുത്തിവെക്കാൻ നോക്കാമെന്ന് ഓർത്തുകൊണ്ട് രാവിലെ വന്നിട്ട് 1 മണിക്കൂറോളം ഒരു അരമണിക്കൂറോളം നിന്ന് നമ്മുടെ കാഷ്വാലിറ്റി കാണിച്ചു. അവിടെ നിന്ന് ഇതൊക്കെ ചീട്ടെടുക്കാൻ പറഞ്ഞു. ചീട്ടെടുക്കാൻ 1 മണിക്കൂർ, ഡോക്ടറിനെ കാണാൻ 1 മണിക്കൂർ, വീണ്ടും കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ പറയുന്നു കൊച്ചിനെ ഫുഡ് കഴിപ്പിച്ചിട്ട് വരാൻ. ഇപ്പോൾ ആലയിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ ചങ്കെ കൈ വെച്ച് പോയി കേട്ടോ. അതിനകത്ത് ആ അലർജിയുള്ള ആ ആൻറ്റിബോഡി കൊടുത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. മരണം വരെ സംഭവിക്കാം, അവയവങ്ങൾക്കൊക്കെ പ്രവർത്തനരഹിതമാകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ വേണ്ട, മെഡിക്കൽ കോളേജിന് പൊക്കോളാന്ന് പറഞ്ഞു. അവിടെയാണെങ്കിൽ അലർജി ഇല്ലാത്ത കുത്തിവെപ്പും കിട്ടും. അങ്ങനെ കുഞ്ഞിനെയായിട്ട് ഞങ്ങളൊരു 3 മണി കുറേ നേരം നിന്നിട്ടാണ് അവർ എൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി തന്നത് കേട്ടോ. ചീട്ടും കാര്യങ്ങളൊക്കെ എഴുതി തന്നത്. നേരെ അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറയുന്നു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്, കൈ കഴുകിയിട്ടുണ്ട് സോപ്പിട്ട്, പിന്നെ എന്താ പൂച്ച നിരീക്ഷിച്ചാൽ മതി. പിന്നെ എടുക്കാനുള്ള കുത്തിവെപ്പുകൾ കണ്ടോ, 4 കുത്തിവെപ്പുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ, ഓരോ ദിവസങ്ങൾ വ്യത്യാസമുണ്ട്. അത് മാത്രം ഇനി അടുത്ത എവിടെയെങ്കിലും ആശുപത്രി പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സമാധാനമായി കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നത്. പാലയിൽ നിന്നുള്ള കുറേ വീഡിയോ കൂടി എടുക്കാമായിരുന്നു. പിന്നെ മനസാന്നിധ്യം ഇല്ലല്ലോ, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കയറിപ്പോകാം. പല സ്ഥലത്തായിട്ടാണല്ലോ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാലും കയറി പോകാൻ പറ്റും. പക്ഷേ ഇറങ്ങി വരണമെങ്കിൽ എൻ്റെ പൊന്നെ ചുറ്റി തിരികണ്ടോ. ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോന്ന് ഇറങ്ങി വരുന്നത് ഇതിനോടൊക്കെ പോയതൊരു പിടിയില്ല. അവസാനം ഇറങ്ങി വന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഒരു പരുവമായി. എൻ്റെ പൊന്നെ മടുത്ത്. അങ്ങനെ ഇതുണ്ടോ, മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് വരാനൊക്കെ ഒരു പാലം പോലെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ എനിക്ക് മനസ്സിന് ചെറിയ ആശ്വാസമൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പറയും, ഗവൺമെൻറ് ആശുപത്രി നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ, വന്ന സ്ഥിതിക്ക് അതും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നേ. അവർ വിചാരിക്കും അവരുടെ ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ വിചാരിക്കും. ഇത് നമുക്ക് വീഡിയോ ചെയ്യാനാണെന്ന് അവർക്കറിയത്തില്ലല്ലോ. അങ്ങനെ നോക്ക്, ഇതാണ് മെഡിക്കൽ കോളേജ് കേട്ടോ. ഞാൻ എൻ്റെ അനിയനൊക്കെ ഇവിടെയാണ് ഉണ്ടായത്. കാരണം ഏറ്റുമാനൂരായിരുന്നു കേട്ടോ ഞാൻ ജനിച്ച വീട്. അപ്പോൾ അവിടുന്ന് വരാനും പോകാനൊക്കെ ഇതായിരുന്നു നമുക്ക് എളുപ്പം. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജിൽ വരാനുള്ളൊരു പാട് നമുക്കേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്ന് പോന്നു. ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ വന്ന് ഒരു 5 മണിയായിട്ടുണ്ടാവും. വന്ന് നമുക്ക് കാണാൻ കൊള്ളാമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇന്ന് വീഡിയോ എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത്ര സമയമായില്ലേ, ഇനിയിപ്പോൾ വീട്ടിൽ പോകണ്ടേ, നടപടിയില്ല, പോയേക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഹസിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിരമ്പുഴയിലാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവിടെ തന്നെ കടയും ഉണ്ട് അദ്ദേഹത്തിന്. എന്നാൽ പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോകാം എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഫോൺ വിളിച്ചപ്പോൾ
ഫ്രണ്ട് വന്ന് കുറേ വാചകമൊക്കെ അടിച്ചു. പെമ്പിള്ളേരാണെങ്കിൽ വളയുടെയും മാലയുടെയും കമ്മലിൻ്റെയും കുറേ കുശുമ്പൊക്കെ പറയും. ഇവരാണെങ്കിൽ ഇതാണ് അവസ്ഥ, കണ്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു വണ്ടിയാണ് കേട്ടോ, ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതൊക്കെ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ജസ്റ്റ്. ഞാൻ ഓർത്ത് ദൈവമേ പോയി, നമ്മൾ ഇട്ടേച്ച് പോയി, യോഗത്തിന് തിരിച്ചു വന്ന് കണ്ടോ വന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു, ആരും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ കടയിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശ്രമിച്ചു. കുഞ്ഞാണേലും മടുത്ത് കേട്ടോ, കുറേ മടുത്ത്. നേരം വെളുത്തപ്പോൾ തൊട്ടുള്ള യാത്രയാണ്. കരച്ചിലും വീഴ്ചിലും ഒക്കെ ആയിട്ട് കണ്ട ഒരു മുട്ടായിയൊക്കെ കസിൻ്റെ ഫ്രണ്ട് കൊടുത്ത് അത് കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇതേ അതിരം പുഴപ്പള്ളിയുടെ സൈഡിൽ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ, അവരുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ അവിടെ നല്ല ഫുഡാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി ഫുഡ് കേട്ടോ. നല്ല ചായ, പൊറോട്ട, നല്ല സോഫ്റ്റ് പൊറോട്ട, ബീഫ്, അടിപൊളി, പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും വായിക്കോടെ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വക കേട്ടോ, ചെറിയൊരു ട്രീറ്റ്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു മനസ്സിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ കേട്ടോ, കുഞ്ഞിനെ രക്ഷിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയട്ടെ, ദയവ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ നന്നായിട്ട് കഴുകിയിട്ട് പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് തന്നെ വിട്ടോളൂ കേട്ടോ. ആ ഒരു സമയമുണ്ട്, 24 മണിക്കൂറോ ഇതിനകം കണ്ടാണ് ആൻറ്റിബോഡി എടുക്കേണ്ടത്. നേരെ വിട്ടോളുക. അവിടെ ആണെങ്കിൽ 2 മരുന്നും കിട്ടും. അപ്പോൾ അലർജി ഉള്ളവർക്കാണെങ്കിൽ അലർജി ഇല്ലാത്ത മരുന്നും കിട്ടുമല്ലോ. അല്ലാതെ മറ്റു ആശുപത്രിയിലൊക്കെ എന്താ പറയുക, അലർജിയുള്ള, അതായത് കുതിരയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 2ഉം കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് റിസ്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ട് കണ്ടോ, ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ, ഞാൻ നിൽക്കട്ടെ എന്ന് കരുതി നമ്മളങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കറങ്ങി അടിച്ച് നടന്നു. അങ്ങനെ ഈ പള്ളിയുടെ ഇപ്പുറത്തായിരുന്നു ക്യാൻറ്റീൻ. അപ്പം ഈ ഫ്രണ്ടിന് ഇങ്ങനെ അവിടെ ഒരു കടയുണ്ട് കേട്ടോ, ഈ മീനുകളൊക്കെ നന്നായിട്ട് ക്ലീനാക്കി വെട്ടി ക്ലീനാക്കി പാക്ക് ചെയ്ത് എയറെല്ലാം കളഞ്ഞ് പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് കേട്ടോ. എവിടെ വീടുകളിലോ എവിടെ വേണമെങ്കിലും നമ്മൾ അത് എത്തിച്ചു കൊടുക്കും. അപ്പം അതുകൂട്ട് മീൻ വാങ്ങിച്ചില്ലല്ലോ എന്ന് കരുതി തിരിച്ച് അവൻ്റെ കടയിൽ പോയി മീനൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ പള്ളിയുടെ വീഡിയോ എടുത്തില്ല, വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ഇതാണ് അതിരമ്പുഴ പള്ളി കേട്ടോ. പണ്ട് എൻ്റെ വല്യമ്മച്ചി ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇഷ്ടംപോലെ നേർച്ച ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ പോയെന്ന് വഴിക്ക് ഞാൻ അപ്പനെ വിളിച്ചായിരുന്നു, എൻ്റെ അപ്പനെ. അപ്പോൾ എവിടെയാണ് ഞാൻ ഏറ്റുമാനൂർ എവിടെയായിരുന്നു ഞാൻ ജനിച്ചത്, ആ സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ടോ, ആ ക്വാർട്ടേഴ്സൊക്കെ, ഞാൻ ITIയുടെ ക്വാർട്ടേഴ്സിലാട്ടോ. അവിടെ എൻ്റെ വലിയപ്പൻ അവിടെയായിരുന്നു ജോലി, അതുകൊണ്ട് അതൊക്കെ എവിടെയാപ്പാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പൻ ഏകദേശം ഒരു ധാരണ എനിക്ക് പറഞ്ഞിരുന്നു. പിന്നെ ചെറിയൊരു ഓർമ്മ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫ്രണ്ടിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വഴിയൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അത്ര അറിയത്തൊന്നുമില്ല, എന്നാലും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങോട്ടാണ്, ഇപ്പോൾ ഇത് പുതിയ വഴിയാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടേ, അതുകൊണ്ടാണ് ഈ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞ്. ഏതായാലും ഇരുട്ടി തുടങ്ങി വല്ലതും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചെന്ന് കേട്ടോ, ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, ഇരുട്ടി തുടങ്ങി പോരാഞ്ഞിട്ട് അറിയത്തുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടു കേട്ടോ, ITIയുടെ കേട്ടോ. ഇവിടെയോ ആണ് കേട്ടോ, ഈ ITIയുടെ പരിസരത്ത് എവിടെയോ ആയിട്ടായിരുന്നു അന്ന് ഞാൻ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്, ജനിച്ചതൊക്കെ. അങ്ങനെ അപ്പോൾ 2 പിള്ളേർ 2 ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു, എന്നെക്കാളും കുറേ പ്രായം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ. അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ക്വാർട്ടേഴ്സൊക്കെ ITIയുടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ ചോദിച്ചു. അവിടെയൊക്കെ മാറിപ്പോയി, ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു, ഞങ്ങൾക്കൊരു പിടിയില്ല, 30 വർഷം മുമ്പത്തെ അല്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അറിയുന്ന ആൾക്കാരെയും കൊണ്ടെങ്ങാനും വരണം, എൻ്റെ അപ്പനെയും കൊണ്ടെങ്ങാനും വന്നാൽ അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. അങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ട്രാഫിക് ബ്ലോക്കാണ് മൊത്തം, എന്നാലും സന്തോഷമുണ്ട്, കാരണം രാത്രി യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ക്ഷീണമില്ല, ബുദ്ധിമുട്ടില്ല, ഓക്കാനുമില്ല, ഒന്നുമില്ല. കുഞ്ഞു കയ്യിൽ നല്ല ഉറക്കമാണേ, നല്ല തണുപ്പുമുണ്ട് കേട്ടോ. അപ്പോൾ പാല ജൂബിലിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 1 ആഴ്ച എങ്ങാണ്ട് കഴിയുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ പാല അടുക്കുന്നവരും കണ്ടോ, എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ ഇങ്ങനെയാക്കി എടുത്തേ. നോക്കിയേ, സുന്ദരിയായിട്ടുണ്ട് ഈ മരം. അങ്ങനെ ഈ കാഴ്ച കണ്ടിങ്ങനെ പോരാൻ നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല. വണ്ടി ഓടിക്കുന്നതിന് മാത്രമേ ക്ഷീണമുള്ളൂ, ഇരിക്കുന്നവർക്ക് ഒരു വലിയ പ്രശ്നമൊന്നും കാണാറില്ല. അങ്ങനെ പാലിലെത്തി. ഫുഡെല്ലാം അവിടെ നിന്ന് ഇവിടെ കഴിക്കുകയും ചെയ്തു, മേടിക്കുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ പാലാ ജൂബിലി കഴിഞ്ഞുള്ളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ നമ്മുടെ കുരിശുപള്ളി.
അങ്ങനെ ഈ കടന്നു പോകുമ്പോൾ ഞാൻ വഴിയിലൊരു സാധനം കണ്ടു. അതൊക്കെയാണെങ്കിലും നമ്മുടെ കണ്ണ് 4 വശത്തോട്ടുണ്ട് കേട്ടോ. ഒരു സാധനം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിലൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി. കാണിച്ചു തരാം. അത് കുറേ നാൾ മുമ്പ് പിള്ളേർ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, അമ്മ അത് മേടിച്ച് തരുമോ എന്ന്. ടി വിക്കകത്തങ്ങാണ്ട് കണ്ടതാണ് സാധനം, ഫോണിനകത്തങ്ങാണ്ട്. അപ്പം കണ്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരത് ചോദിച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ വന്നതല്ലേ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇതുണ്ടാവും, 1 വേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ തിരിച്ച് ഇപ്പുറത്തോടെ വരണം, കറങ്ങി ചുറ്റി. അപ്പോൾ എന്നെ 2 വഴക്കൊക്കെ പറഞ്ഞ് നേരത്തെ പറയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ തിരിച്ച് വന്ന സാധനം മേടിച്ചതേ പോരുന്ന വഴിയാണ്. നോക്കി സ്വർഗത്തിൽ ചെന്ന പോലെ ഉണ്ടല്ലേ. നല്ല മരമൊക്കെ അങ്ങോട്ട് സുന്ദരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അടിപൊളി, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. പോരുന്ന വഴിക്കെല്ലാം വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ക്ഷീണമില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ വണ്ടി ഇറങ്ങി, നമ്മുടെ നാട്ടിലിറങ്ങി കേട്ടോ, വഴിയിലിറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം മേടിച്ചത് കേട്ടോ. പിള്ളേർക്ക് ആഗ്രഹമൊക്കെയാണ്, അതിലും ആഗ്രഹം നമുക്കുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറയാണ്. ചെറുപ്പകാലത്തൊന്നും നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതേ അവിടെ നിന്ന് മേടിച്ച മീൻ, അത് ഒന്ന് വറുത്ത് കേട്ടോ, രാവിലത്തേക്ക് വേണ്ടി വറുത്ത് വെച്ചു. പിന്നെ ഒരൊറ്റ ഉറക്കം വരുന്നത്. അങ്ങനെ ഒരു വീഡിയോ അവസാനിച്ചു കേട്ടോ. ടാറ്റാ.